പ്രൈസലോട് ഈ പകലും ദൈവവചനത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ആയിരിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് പകല് ഇതെന്നോട് സംസാരിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കണം. ലോകത്തിലുള്ള മറ്റൊന്നും കേൾക്കുന്ന ഒരു ലാഘവത്തോടുകൂടെ കേൾക്കാതെ ഈ വചനം പ്രാർത്ഥിച്ചുകൊണ്ട് നോക്കിക്കേ. നിങ്ങളുടെ ഭവനം ഇപ്പോൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാകട്ടെ, ഈ മെസ്സേജിൽ കൂടെ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടും. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തിന് ഇടപെടാൻ കഴിയും. നമ്മുടെ വിലാപം കർത്താവ് കേൾക്കും. നമ്മൾ സങ്കടപ്പെടുമ്പോൾ ചിലർക്കൊക്കെ നമ്മളോട് സഹതാപം തോന്നുമായിരിക്കാം, പക്ഷെ ആർക്ക് കരുണ തോന്നത്തില്ല. എന്നാൽ നമ്മുടെ സങ്കടത്തിൽ കർത്താവിന് നമ്മളോട് കരുണ തോന്നും. ഇത് പകല് ഈ വചനത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവ് നിശ്ചയമായി വ്യക്തിപരമായും കുടുംബപരമായി നിങ്ങളോട് സംസാരിക്കും. ഇതിനെ ഓർത്ത്, ആരെ ഓർത്ത് നീ ദൈവസ്ഥനെ കരയുന്നോ? വേറൊരിടത്തും കരയുന്നതിനെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. വേറെ ആരുടെ മുൻപിലും കരയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവസന്നിധിയില് ദൈവവചനത്തിന് മുമ്പിൽ നീ കരയുന്ന വിഷയത്തിൽ തമ്പുരാൻ ഇറങ്ങി വരും. തമ്പുരാന്റെ പ്രവൃത്തി വെളിപ്പെടും. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നിന്റെ വിലാപത്തെ, നിന്റെ തകർച്ചയെ, നീ ആരെക്കുറിച്ചാണ് നീ ദൈവസന്നിധിയിൽ ഓർത്ത് കരയുന്നത്? എന്തിനെ ഓർത്താണ് നീ ദൈവസന്നിധിയിൽ കരയുന്നത്? നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ഇറങ്ങി വരുവാൻ വചനത്തിന് ശക്തിയുണ്ട്, പരിശുദ്ധാത്മാവിന് ശക്തിയുണ്ട്. വെറുതെ വീഴുന്ന കണ്ണുനീരല്ല ദൈവസന്നിധിയിൽ കരയുന്ന കണ്ണുനീർ. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണുനീർ കർത്താവ് തുരുത്തിയിലാക്കി വെക്കുന്നത്. ഒരു സാധ്യതയുമില്ലെന്ന് ലോകം വിളിച്ചു പറഞ്ഞ സകല പ്രതീക്ഷയും അസ്തമിച്ചതാ. നയിൻ പട്ടണത്തിലെ വിധവയോട് ചോദിച്ചാൽ വിധവ പറയും, കർത്താവാണ് മനസ്സറിഞ്ഞ് കരയണ്ട എന്ന് പറഞ്ഞത്. ഇവിടെ കണ്ണുനീർ കണ്ട് കർത്താവ് മനസ്സറിഞ്ഞു. കർത്താവിന്റെ വിലാപയാത്ര പോയ അതേ വഴിയിൽ കൂടെ ഏകമകന്റെ വിലാപയാത്ര പോകുമ്പോൾ കണ്ണുനീരിന് മുമ്പിൽ കർത്താവ് നിന്നു. ഈ ദൈവത്തിനും അതിന്റെ പ്രവൃത്തി ചെയ്യും. ഈ കണ്ണുനീരിന് അത്ഭുത സൗഖ്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. യോസഫിന്റെ അപ്പൻ ദൈവസ്ഥനെ വിലപിച്ചു. അപ്പന്റെ വിലാപം ആരെ ഓർത്താണ്? ഈ അപ്പൻ ദൈവസ്ഥനെ കരയുന്നത് ആരെ ഓർത്താണ്? അത് വെറുതെ ആയില്ല. ഞാൻ എൻ്റെ മകനെ എനിക്ക് കിട്ടും, എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ ഒരപ്പൻ്റെ നിലവിളി. യോസഫിനെ കുറിച്ച് നമുക്കൊക്കെ ഒത്തിരി പറയാനുണ്ട്. അവരെ കൊന്നുകളയാം എന്ന് സഹോദരങ്ങൾ കൂട്ടം ചേർന്ന് ചിന്തിച്ചത് മാത്രമല്ല, പൊട്ടക്കെട്ടിലിട്ടു, വസ്ത്രം വലിച്ചു കീറിയിട്ട് ആടിന്റെ ചോരയിൽ വസ്ത്രം മുക്കി ഒരപ്പന്റെ അടുക്കിലേക്ക് ചൂണ്ടി എന്നിട്ട് പറയുക, മകന്റെ ആണോ എന്ന് നോക്കിക്കേ. അപ്പൻ ആ വസ്ത്രം വാങ്ങി വലിയൊരു കരച്ചില്. ആശ്വസിപ്പാൻ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ചെന്ന് കാണും. ഒരു കാര്യം ആത്മാവി പറയട്ടെ, മുറിവേറ്റവന്റെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വലിയ ശക്തിയാണ്. മുറിപ്പെടുത്തിയവന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാർത്ഥനയേക്കാൾ മുറിവേറ്റവന്റെ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തിയുണ്ട്. പ്രിയമുള്ളവരെ, ആരെ ഓർത്താണോ നീ കരയുന്നത്? ആ പ്രാർത്ഥന വെറുതെ ആകില്ല. എന്തിനെ ഓർത്താണോ ദൈവസന്നിധിയിൽ കരയുന്നത്, അതിൽ നീ സന്തോഷിക്കും. യോസഫിനെ ഓർത്ത്, സ്വന്തം മകനെ ഓർത്ത അപ്പൻ നിലവിളിച്ചത്. ആ നിലവിളി വെറുതെ ആയോ? അപ്പൻ പറഞ്ഞ വാക്ക് കേട്ട് സഹോദരന്മാരുടെ അടുത്ത് എന്നതാ. അപ്പൻ ജന്മം കൊടുത്തവരായ സ്വന്തം സഹോദരങ്ങൾ ചെയ്തതാ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, വിശ്വാസത്തോടെ കരയാൻ തയ്യാറായാൽ ആ പ്രാർത്ഥനയ്ക്കും കരച്ചിലും വലിയ ശക്തിയുണ്ട്. ഇതുപോലുള്ള വേദനയിൽ കൂടെ കടന്നു പോകുന്നവർക്കുള്ളതാ ഇത് പകല് ഈ മെസ്സേജ്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ കരയുന്നവരെ, നീ എന്തിനെ ഓർത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ കരഞ്ഞോ? എന്തിനെ ഓർത്ത് കഴിഞ്ഞ വർഷങ്ങൾ നീറിയോ? നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് നീ ഏത് വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചോ? ഇതുവരെ മറുപടി കിട്ടിയില്ലെങ്കിൽ നിന്റെ കണ്ണുനീരോടുള്ള പ്രാർത്ഥന നിർത്തരുത്. ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടും. ഒരു ഭക്തന്റെ നിലവിളി ദൈവം കേൾക്കും. നിങ്ങളുടെ നിലവിളിയിൽ കർത്താവ് ഇറങ്ങി വരും. കർത്താവ് നിശ്ചയമായും മറുപടി തരും. ആ കർത്താവ് വിശ്വസിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.